एक प्यार का नगमा है, मौजों की रवानी है, जिंदगी और कुछ भी नहीं, तेरी मेरी कहानी है। एक प्यार का नगमा है, मौजों की रवानी है, जिंदगी और कुछ भी नहीं, तेरी मेरी कहानी है। एक प्यार का नगमा है। ക്യാമറയുടെ വെച്ചിരുന്ന് ആൾക്കാർ കാണില്ല. कुछ पाकर खोना है, कुछ खोकर पाना है, जीवन का मतलब तो സുഹൃത്തുക്കളെ നമ്മൾ കുറച്ച് വന്ന നേരം കുറച്ച് വൈകിപ്പോയി. അത് കാരണം നമുക്ക് കണ്ടില്ലേ മൊത്തത്തിൽ നോക്കിയപ്പോൾ സൂര്യനൊക്കെ താന്നു, ലൈറ്റ് ഒരുപാട് പോയി. അതായത് നമ്മൾ വിചാരിച്ച അത്രയ്ക്കും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ആവശ്യമുള്ള കുറച്ചുള്ള ഫൂട്ടേജുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. സാധാരണ ഇപ്പോൾ നമുക്ക് ഒരുപാട് ഷൂട്ടേജുകൾ കിട്ടുന്ന ആവശ്യമില്ലല്ലോ. അപ്പോൾ നോക്കിയാൽ ഭയങ്കര തണുപ്പട്ടാ, നല്ല തണുപ്പുണ്ട് ഇവിടെ. സുഹൃത്തുക്കളെ അപ്പോൾ വീണ്ടും നമസ്കാരം കേട്ടോ. ഇത് മൂന്നാം ഭാഗമാണ് നമ്മൾ കാണിക്കുന്നത്. വേറെ 1-2 ഭാഗങ്ങളുണ്ട്, അത് നിങ്ങൾ കാണുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും ഞാൻ ഇപ്പോൾ എവിടെയാണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ലൂസങ്ങൾ നിൽക്കുന്നത്, അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞ മാതിരി തന്നെ ഇതൊരു ചെറിയ മനോഹരമായ നഗരമാണ്. ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തടാകത്തിൻ്റെ കരയിൽ സ്ഥിതി ചെയ്യുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നഗരമാണിത്. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നതാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും. അപ്പോൾ കോവിഡ് ആയതുകൊണ്ട് വലിയ ആളുകളൊന്നുമില്ല. ഇപ്പുറത്ത് നോക്കിയൊരു ചേച്ചി പട്ടിയായിട്ട് നടക്കാൻ ഇറങ്ങി, പട്ടി ഒരു പണി കൊടുത്തു. അപ്പോൾ എന്നാൽ ഇവിടെ ഞാൻ ഭയങ്കര വൃത്തിമെടുപ്പുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ എല്ലാവരും കണ്ടില്ലേ ആ ചേച്ചി അവിടെ അത് ഇടാണ്ട് ചേച്ചി എടുത്ത് പോവുകയാണ്. ഇപ്പുറത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ബസ്സുകളും കാര്യങ്ങളൊക്കെ പോകുന്നത് കാണാൻ പറ്റും. ഇപ്പുറത്തെ 2 ചുള്ളന്മാർ വയലിൻ പഠനമൊക്കെ കഴിഞ്ഞ് പോകുന്നു. മരങ്ങളൊക്കെ നമുക്ക് നോക്കി കാണാം, ഇലകളൊന്നും അധികം ഇല്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻ്ററിലാണ്. അപ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് വിചാരിച്ച അത്രയും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ തോന്നി കുറച്ച് മുന്നിൽ വരണ്ടായിരുന്നു. പക്ഷെ നമ്മളെല്ലാം ഒരുങ്ങി എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ സമയം കൂടി. അപ്പോൾ നോക്കിയാൽ എൻ്റെ പേര് സുധീഷ് എന്നാണ്, നമ്മുടെ വീട് തൃശ്ശൂരാണ്. അപ്പോൾ നോക്കിയാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, നമ്മുടെ ചാനലൊക്കെ മറക്കരുത്. നമുക്ക് എല്ലാ സപ്പോർട്ടും വേണം കേട്ടോ. നമ്മൾ ലൂസേണിൽ എത്തിയത് ഏകദേശം ഒരു സന്ധ്യ സമയത്താണ്. അപ്പോൾ നിങ്ങൾക്ക് ആകാശമൊക്കെ നോക്കിയാൽ കാണാം, മൊത്തത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പോഴത്തെ കണ്ടില്ലേ ബസ്സുകൾ കണ്ടില്ലേ, ഒരു ചെറിയൊരു കോലുമാരി വെച്ചിട്ടുണ്ടല്ലേ, അത് ഇലക്ട്രിക് ബസ്സുകളാണ്. ഇവിടെ ചോക്ലേറ്റിൻ്റെ ഒരു ഷോപ്പാണ് നിങ്ങൾ കാണുന്നത്. സാധാരണഗതിയിൽ ഇതുമാതിരിയുള്ള ഷോപ്പുകളിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിസ്റ്റുകൾ വന്ന്, പ്രത്യേകിച്ച് ചൈന, ജപ്പാൻ, അതുമാതിരി നമ്മുടെ ഇന്ത്യയിൽ നിന്നും ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സിറ്റിയാണിത്. അപ്പോൾ അവിടെയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും നോർമലി. സുഹൃത്തുക്കളെ അപ്പോൾ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്നതല്ല, നമ്മളിപ്പോൾ വിസിറ്റ് ചെയ്യുന്ന നമ്മുടെ ലൂസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കാണുന്നത് കണ്ടു നോക്കിയാൽ സിറ്റിയിൽ തന്നെ നിന്നുകൊണ്ട് നമുക്ക് അടിപൊളി ഐസ് മല കാണാൻ പറ്റും, മഞ്ഞുമല. നോക്കിയാൽ ഇതൊക്കെ ഞാൻ താമസിക്കുന്ന ബാസിൽ ഇതുമാതിരി നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇപ്പോൾ ഈ അച്ചാച്ചൻ്റെ ഒരു വടി വെച്ച് പോകുന്നുണ്ട് നോക്കിയാണല്ലേ, കാറ് പോകുന്നു. അതുമാതിരി ഇപ്പുറത്ത് അടിപൊളി പർവ്വതം, അതുമാതിരി നോക്കിയാൽ ഇപ്പുറത്ത് നിങ്ങൾക്ക് കാണാൻ മാതിരി എന്താ പറയുക ബോട്ടും കാര്യങ്ങളും കിടക്കുന്നുണ്ട്. അതുമാതിരി ആൾക്കാർ നടക്കുന്നു, വണ്ടികൾ പോകുന്നു. നോക്കിയാൽ ഒരുപാട് അടിപൊളി സിറ്റി ആയിട്ട് നിങ്ങൾക്ക് തോന്നുള്ളൂ ഈ ലൂസേൺ. ഇത് ഭയങ്കര സിറ്റി ഇടാ. എന്ന് പറഞ്ഞാൽ ഇവിടെ ശരിക്കും ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നു. പക്ഷേ കോവിഡ് ആയതുകൊണ്ട് ഒബ്വിയസ്ലി നോട്ട് മെനി ടൂറിസ്റ്റ്. സുഹൃത്തുക്കളെ, അപ്പം നമ്മൾ താമസിക്കുന്ന സിറ്റിയും നമ്മുടെ ബാസിലല്ലോ, നമ്മുടെ സിറ്റി ഉണ്ടല്ലോ, ബാസിലും
ഇവിടെ ഈ ലൂസൺ സിറ്റി നമ്മളെ വ്യത്യാസം കണ്ടില്ലേ? ഇത് ഭയങ്കര രസം കാണാൻ. ഒന്ന് നമ്മളുടെ സിറ്റി എന്ന് പറഞ്ഞാൽ വേറെ രീതിയിലുള്ള ഭംഗിയാണ്, ഈ സിറ്റി എന്ന് പറഞ്ഞാൽ വേറെ രീതിയിലുള്ള ഭംഗി. കണ്ടില്ലേ? നിങ്ങൾ കണ്ടില്ലേ? മൗണ്ടനും അതേമാതിരി എന്ന് പറഞ്ഞാൽ ലേക്കും എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഭയങ്കര പ്രത്യേക സ്റ്റൈലാണ്. നോക്കിയാൽ അടിപൊളി സൂപ്പർ ബസ്സുകൾ കണ്ടില്ലേ? അല്ലേ? ഇവിടുത്തെ ബസ്സുകൾ കണ്ടില്ലേ? നമ്മുടെ സിറ്റിയിലത്തെ കളർ ഞാൻ നേരത്തെ പറഞ്ഞ വരുന്ന പച്ച കളറാണ്. ഇവിടെ ഒരുപാട് നീലും അതിന് വേറെ ഒരുപാട് കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബസ്സുകൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു, പോയിക്കൊണ്ടിരിക്കുന്നു. ക്യാമറ അവിടെ വെച്ചിരുന്നത് ആൾക്കാർ കാണില്ല. നമ്മള് റെക്കോർഡ് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സോളോ ട്രാവലിംഗ് ആണല്ലോ. അപ്പൊ നമ്മള് ഇത് ചള്ളക്കി ആ സൈഡിൽ ഒതുക്കി വെച്ചിക്കണ് നമ്മുടെ ക്യാമറ, നമ്മുടെ മൊബൈല്. അതാണ് നിങ്ങൾ ഈ തമാശ കാണുന്നത്, ആൾക്കാർ കാണില്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ ലൂസൺ സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിറ്റ്സർലൻഡ് ഏകദേശം മധ്യഭാഗത്താണ് നിൽക്കുന്നത്. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാം അടിപൊളി ഒരു ബസ്. സാധാരണ ഞാൻ താമസിക്കുന്ന ബാസലിൽ പച്ച കളറിലാണ് സാധാരണ ബസ്സുകൾ. പക്ഷേ ഇവിടെ ലൂസണിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കളർഫുള്ളായിട്ടുള്ള ഒരുപാട് ബസ്സുകൾ. അപ്പോൾ ഈ പറഞ്ഞ മാതിരി ഈ ബസ്സും പോകുന്നത് ഇലക്ട്രിക്കൽ ഇതിൻ്റെ സഹായത്തിലാണ് പോകുന്നത്. ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യത്തിൽ സ്വിറ്റ്സർലൻഡ് എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. എവിടെ നോക്കിയാലും എന്തെങ്കിലും കിട്ടും നമുക്ക്. വളരെ സുഖമാണ് ട്രാവൽ ചെയ്യാൻ വേണ്ടി. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ പതുക്കെ വീട്ടിലുള്ള പരിപാടിയാണ്. നോക്കിയാൽ നമ്മൾ വിചാരിച്ച മാതിരി നമുക്ക് വിഷ്വൽസ് കിട്ടിയില്ല, പക്ഷെ വലിയ കുഴപ്പമില്ല. എന്നാലും നോക്കിയാൽ ചെറിയൊരു പൊട്ടിയൊക്കെ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവില്ല വ്യത്യാസങ്ങൾ. നമ്മൾ താമസിച്ച ലൂസേനും അല്ല നമ്മൾ താമസിക്കുന്ന ബാസിലും ഇവിടെ നമ്മളെ വ്യത്യാസം നോക്കിയാൽ ശരിക്കും നിങ്ങൾ സ്വിറ്റ്സർലൻഡിനെ വെച്ച് നിങ്ങൾ വിചാരിക്കുമ്പോൾ നിങ്ങൾ എന്തിനു വിചാരിക്കുന്നത് അതുമാതിരിയുള്ള സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന നമ്മുടെ ലൂസൺ സിറ്റി. ഓക്കെ നോക്കിയേ, അപ്പുറത്തൊക്കെ അടിപൊളി കായലല്ല, ചെറിയ ഒരു എന്താ പറയുക ഒരു നദിയുണ്ട്. ഓക്കെ, അല്ലേ? ഇതിവിടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂസണിലത്തെ എല്ലാവരും പോകുന്ന ഒരു പ്രത്യേക സ്ഥലമാണ് ഓൾഡ് ടൗൺ എന്ന് പറയാം. ഈ ഓൾഡ് ടൗണിൽ കാണുന്നത്. പക്ഷെ നമുക്ക് വേറെ ദിവസം വന്ന് ഏതായാലും ഷൂട്ട് ചെയ്യാം. ഈ പറഞ്ഞ എല്ലാം കൂടി ഒരു ദിവസം നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലേ? നിങ്ങൾക്ക് കണ്ടില്ല ബിൽഡിംഗ് ഒക്കെ എന്താ രസം നോക്കിയേ. ഇതൊക്കെ കണ്ടില്ല ഈ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ നോക്കിയേ. ഏകദേശം നമ്മുടെ നാട്ടിലൊക്കെ വിളക്കുമരം എന്നൊക്കെ വരില്ലേ, ഏകദേശം ആ ഒരു സ്റ്റൈലല്ലേ നോക്കിയേ. നിങ്ങളിപ്പോൾ സമയം കാണുമ്പോൾ ചെറുതായിട്ട് ഇരുട്ടായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന സമയം ഭയങ്കര ഇരുട്ടായിട്ടുണ്ടാവുന്നത്. സമയം ശരിക്കും ഒരു 5 മണിയായിട്ടുള്ള സ്ഥിതിയാണ് ഇപ്പോൾ കാണുന്നത്. സാധാരണ നിങ്ങൾ സ്വിറ്റ്സർലൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിറ്റ്സർലൻഡ് സാധാരണ യൂറോപ്യൻ കൺട്രീസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻ്ററിൽ പെട്ടെന്ന് ഇരുട്ടാവും. സാധാരണ ഇപ്പോൾ കഴിഞ്ഞ മാസമൊക്കെ 4 മണിക്ക് ഇരുട്ടാവുന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സമ്മറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു 8:30 9 സമയമായാലും ഇരുട്ട് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, അപ്പോൾ നോക്കിയാൽ ഞാൻ ഏതായാലും പതുക്കെ സ്കൂട്ടാവാൻ പോവാണ്, പതുക്കെ വീട്ടിൽ പോവാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു മണിക്കൂർ ട്രെയിൻ റൈഡാണ് നമുക്ക് ഇവിടുന്ന് നമ്മുടെ ലൂസൺ ടു ബാസിലൊക്കെ. അപ്പോൾ എനിക്ക് ഈ സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഞാനൊരു പാസ് നമുക്ക് ട്രെയിനിലും നമുക്കൊരു ഹാഫ് ടാക്സ് നമ്മുടെ നാട്ടിലത്തെ ബസ് പോകുന്നുണ്ട്. നമ്മുടെ നാട്ടിലത്തെ സീസൺ ടിക്കറ്റ് മാറി നമുക്കൊരു ഹാഫ് ടാക്സ് കിട്ടും എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് പകുതി കാശ് നമുക്ക് പേ ചെയ്താൽ മതി. അപ്പോൾ എനിക്കതുണ്ട്. അപ്പോൾ അത് കാരണം എനിക്ക് പകുതി കാശ് കൊടുത്താൽ മതി നമ്മുടെ ട്രെയിനിലൊക്കെ. അപ്പോൾ ഏകദേശം ഒരു മണിക്കൂറാണ് യാത്ര. അപ്പോൾ നോക്കിയാൽ ചങ്ക് ബ്രോസ് നിങ്ങൾ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് വേണം. അപ്പോൾ നമുക്ക് ഇതുമാതിരി പെട്ട വീഡിയോസ് നമുക്ക് കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഞാൻ കൊണ്ടുതരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വീണ്ടും പറയാൻ പോവാണ്, ഞാൻ ലൂസണിലാണ് നിൽക്കുന്നത്. നമ്മുടെ ബാസിലല്ല, ഇത് വേറെ സിറ്റിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആണ് നമ്മളുടെ ബാസിലിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇതൊരു മൗണ്ടൻ സിറ്റിയാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മൗണ്ടൻ കാണാൻ പറ്റും. ഇപ്പോഴത്തെ നദിയുണ്ട്. ഞാൻ ഒരു പ്രത്യേക ഒരു അടിപൊളി സിറ്റിയാണിത്. നമ്മൾ വേറെ ദിവസം വരുന്നതായിരിക്കും കുറച്ചും കൊണ്ട് ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ നമ്മൾ പതുക്കെ റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആവശ്യം പോലെ സൈക്കിളുകൾ കാറുകളൊക്കെ പോകുന്നുണ്ട്. ഒക്കെ എല്ലാവരും വീട്ടിലേക്ക് പോകാനുള്ള ധൃതിയിലാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഓഫീസ് സമയം കഴിഞ്ഞല്ലോ. അപ്പുറത്ത് ബസ്സുകൾ തലങ്ങും വിലങ്ങും പോകുന്നു, കാറുകൾ തലങ്ങും വിലങ്ങും പോകുന്നു. അപ്പോൾ തന്നെ ഒരു ചേട്ടൻ അടിപൊളി ഒരു പട്ടിയേറ്റ് നടക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു.
പിന്നെ ഇതിപ്പോൾ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാപ്പൽ ബ്രിഡ്ജ് എന്ന് പറയും. ഇത് ലൂസണിലത്തെ വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷനാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം ആഗ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താജ്മഹലിന് പ്രശസ്തമാണ്. അതുമാതിരി തൃശ്ശൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്കുന്നാഥന് മനസ്സിൽ വരിക. അതുമാതിരി ഈ ലൂസണിലത്തെ പ്രശസ്തമായ ഒരു നിർമ്മിതിയാണ് ഈ കാണുന്നത്, ചാപ്പൽ ബ്രിഡ്ജ്. 1365 പണി കഴിപ്പിച്ച ഒരു ബ്രിഡ്ജാണത്. ഇത് പ്രശസ്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള ഒരുപാട് സ്പെഷ്യൽ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പോകുന്നത് നമ്മുടെ തടാകത്തിന് കുറുകിയാണ് പോകുന്നത്. 1993 ഈ ബ്രിഡ്ജിൽ തീയൊക്കെ ഉണ്ടായിട്ട് കുറച്ചൊക്കെ നശിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അവർ പുനർനിർമ്മിച്ചൊക്കെയാണ്. അപ്പം നിങ്ങൾ വരുമ്പോൾ വരാൻ നോക്കുക. പക്ഷെ പിന്നീട് നമുക്ക് ഒരു ദിവസം വന്നത് ശരിക്കും റെക്കോർഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നോക്കിയത്, അപ്പം നമ്മൾ പതുക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പം നമ്മൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെസ്നട്ട് വിൽക്കണ കടയാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിറ്റ്സർലൻഡ് അതുമാതിരി യൂറോപ്പിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഞ്ഞുകാലത്ത് ഇതുമാതിരിയുള്ള സാധനങ്ങൾ നിങ്ങൾ ഒരുപാട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ കശുവണ്ടിക്ക് വറക്കുന്ന മാതിരി ഇങ്ങനെ വറക്കും. നമ്മൾ കശുവണ്ടി ചുട്ടാണ് കഴിക്കുക. അപ്പോൾ ഏകദേശം അതേ സ്റ്റൈലിൽ ഏകദേശം ആ ടേസ്റ്റാണ് കേട്ടോ. അത് അത്രയ്ക്ക് നമ്മൾ കശുവണ്ടിയുടെ അത്രയും ടേസ്റ്റ് ഇല്ല, അത് നല്ല രസമാണ്. ഇതിന് മറോണി എന്നൊക്കെയാണ് പറയുക ഇവിടെ സ്വിസ് ജർമ്മനിൽ അല്ലേ. ഇപ്പം നമ്മൾ ഇവിടെ താഴത്ത് പോകുമ്പോൾ തന്നെ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട്. മീഗ്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്വിറ്റ്സർലൻഡിലത്തെ ഒരു വൺ ഓഫ് ദ മെയിൻ സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ ഇവിടെ ഉപ്പിട്ട് കറുപ്പൂരും വരെയുള്ള എല്ലാ സാധനം കിട്ടും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും കാലത്തൂടെ നമ്മളുടെ ലൂസണിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, അതുമാതിരി തന്നെ റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്ത് തന്നെ പൂക്കൾ വെക്കണ കടയുണ്ടല്ലോ. ആരാ ഇവിടെ ഒന്ന് പൂക്കളൊക്കെ മേടിക്കാൻ പോണത് അല്ലേ? പൂക്കളാണല്ല, ചെടികളുണ്ട് കേട്ടോ. പൂക്കൾ മാത്രമല്ല, ചെടികളും കാര്യങ്ങളുണ്ട്. നോക്കിയേ, അല്ല ഇത് ഏകദേശം ഒരു വലിയ തെറ്റില്ലാത്തൊരു ഏരിയയാണ് അല്ലേ. ഇവിടെ ഷോപ്പിംഗ് കോംപ്ലക്സുകളും ഒരുപാട് സാധനങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനൊക്കെ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടേക്ക് വന്നാൽ മതി. ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഈ ഹെൽവിറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു എന്താ പറയുക ഇൻഷുറൻസ് കമ്പനിയാണ്. ഇപ്പം നമ്മുടെ വീട് അതുമാതിരി സാധനങ്ങളൊക്കെ ഇൻഷുർ ചെയ്യാൻ വേണ്ടി എൻ്റെ സൈക്കിളും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ഇൻഷുർ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടുന്ന് ശരിക്കും നമുക്ക് ആ സിറ്റിക്കുള്ള വ്യൂ ഇട്ട് നോക്കിയേ. അപ്പം നമ്മൾ പതുക്കെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തണം കേട്ടോ. ഇനി നമുക്ക് മാസ്ക് നമുക്ക് ഇടേണ്ടി വരും. അപ്പോൾ നമുക്കുള്ള ട്രെയിനിൻ്റെ ഈ കിടക്കുന്നുണ്ട് കണ്ടില്ലേ, നോക്കിയാൽ ബാസൽ SBB ഒക്കെ. അപ്പോൾ നമുക്കുള്ള ട്രെയിൻ അതാണ്. അപ്പോൾ നമുക്ക് ഏതായാലും ഈ ട്രെയിൻ എടുക്കാം. അപ്പോൾ ഏതായാലും നമ്മൾ ടിക്കറ്റ് ഏതായാലും എടുക്കട്ടെ കേട്ടോ. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ ഈ ട്രെയിനാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നമ്മുടെ ബാസലിക്കൽ ട്രെയിൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഈ കാണുന്ന പറഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ്സാണ്. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ക്ലാസ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിവിടെ ട്രെയിൻ ഒക്കെ ഉണ്ട്. അപ്പോൾ നോക്കിയാൽ നമ്മളുടെ മോന്തത്തോട്ടേക്ക് വെച്ച് ഓക്കെ നമ്മൾ ട്രെയിൻ. അപ്പം ഞാൻ അതിലെ മോളിൽ പോയിരിക്കാനുള്ള പരിപാടിയാണ്. സുഹൃത്തുക്കളെ, അപ്പം നമ്മൾ തിരിച്ച് നമ്മുടെ സ്വന്തം തട്ടമായ ബാസലിൽ തിരിച്ച് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങാനുള്ള ആ തത്രപ്പാടാണ്. അപ്പോൾ നമ്മൾ ബാൽക്കണിയിൽ ഇരുന്നിറങ്ങുന്നത്, 2ാം നിലയിലായിരുന്നിറങ്ങുന്നത്. അപ്പോൾ നമ്മൾ പതുക്കെ ഇറങ്ങി. അപ്പോൾ നമ്മൾ പോയത് ഏകദേശം ഒരു ഉച്ച സമയത്താണ്. അപ്പോൾ നമ്മൾ തിരിച്ചു വന്നപ്പോൾ രാത്രിയായി. അപ്പുറത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു വേറെ ട്രെയിനൊക്കെ എടുക്കുന്നുണ്ട്. ഇപ്പുറത്ത് വേറെ ചേട്ടൻ എന്നിട്ട് വേറെ എന്താ സ്കീയിങ്ങിന് അങ്ങനെ എന്തൊക്കെ പോയിട്ട് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വന്ന ട്രെയിനിനെ കാണുന്നത് 2 നില ട്രെയിൻ. ഇതേപോലെ ഇത് വ്യക്തി കണ്ടില്ല എങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ട് കണ്ടേക്കത് നമ്മുടെ ഗോപുരം നെഞ്ചത്തെ ചേർന്നേ. അപ്പോൾ അതന്നെ നമ്മളുടെ ഒരു അവിടെ വേറൊരു ട്രെയിൻ വരുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അതൊന്നും നമ്മൾ മൊബൈലിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ആ ട്രെയിൻ കണ്ടില്ല, വ്യത്യാസം കണ്ടില്ല. അത് ജർമ്മൻ ട്രെയിനാണ്. ഒബിയസ്ലി ജർമ്മൻ ട്രെയിൻ സ്വിറ്റ്സർലൻഡിൽ കൂടെ സർവീസ് നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ പതുക്കെ ചവിട്ടുപടി എടുത്ത് ഇതല്ലേ ബാസൽ സ്റ്റേഷൻ്റെ മുകളിലെത്തി. അപ്പോൾ ആവശ്യം പോലെ ആൾക്കാരൊക്കെ തലങ്ങും പോകുന്നുണ്ട്. അപ്പോൾ മിക്കവാറും
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിക്കാരൊക്കെയാണ് പോകുന്നത്. ചില ആൾക്കാർ സ്യൂരിക്കിൽ വർക്ക് ചെയ്യുന്നു, ചില ആൾക്കാർ ബാസിൽ വർക്ക് ചെയ്യുന്നു, ചിലവർ ഇവിടെ താമസിക്കുന്നു. അപ്പം അങ്ങനെ ഇങ്ങനെയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ഒരുപാട് ആൾക്കാർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാടൊന്നുമില്ല, ഇപ്പം നമ്മുടെ നാട്ടിലത്തെ കമ്പയർ ചെയ്യുമ്പോഴൊക്കെ വളരെ കുറച്ചുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് കോവിഡൊക്കെ ആയതുകൊണ്ട് മൊത്തത്തിൽ തിരക്കും കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ തട്ടമായ ബാസിൽ റെയിൽവേ സ്റ്റേഷനിൽ കൂടെ ഇറങ്ങി നടക്കണ്. ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ ഉള്ള അതൊരു നമ്മളുടെ സ്റ്റെയർ കേസിനത് നമ്മൾ ഫസ്റ്റ് എൻ്റർ ചെയ്തിട്ട് സ്ട്രീറ്റിൽ നിന്ന്, അപ്പോൾ ഇത് നമ്മൾ ആ പടിയൊക്കെ ഇറങ്ങി പതുക്കെ ഇനി നമ്മൾ പോകാൻ പോകുമെന്ന് പറഞ്ഞാൽ നമ്മൾ സൈക്കിളിനാണ് നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ വന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോകുമെന്ന് പറഞ്ഞാൽ സൈക്കിള് എടുക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ നോക്കിയേ, നമുക്ക് ഓടിപ്പോണ സ്റ്റെയർ കേസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മൾ സൈക്കിള് പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. സ്വിറ്റ്സർലൻഡിലത്തെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാസിലത്തെ ഞാൻ മുന്നൊക്കെ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കരമായ ഒരു വാഹനമാണ്. ഭയങ്കരമായ വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവരും യൂസ് ചെയ്യും. ഇപ്പം നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും ഇതുമാതിരി ഇപ്പോൾ ജീൻസും ജാക്കറ്റൊക്കെ ഇട്ട് ഒരാളും സൈക്കിളും പോവില്ല. പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇപ്പോഴത്തേക്ക് ആ സൈക്കിൾ കണ്ടില്ലേ, ബാക്കിലൊരു സീറ്റ് കണ്ട, അത് കൊച്ചു കുട്ടികളെ കൊണ്ടുപോകാനുള്ള സീറ്റാണത്. ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാർ സൈക്കിൾ കൊണ്ടു നടക്കുന്ന പറഞ്ഞാൽ അവർക്ക് വേറെ വാഹനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം പിന്നെ റൈറ്റ് സൈഡിൽ കണ്ടില്ല, അത് ലോക്കറുകളാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സൈക്കിളുകളൊക്കെ ഇവിടെ സൂക്ഷിച്ച് വയ്ക്കുമ്പോൾ നമുക്ക് നമ്മുടെ ബാഗ് കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റിയുള്ള ലോക്കറുകളാണ് റൈറ്റ് സൈഡിൽ കണ്ടില്ലേ. എത്രയോ മാത്രം സൈക്കിളാണ് നോക്കിയേ. അതും എന്താ പറയുക, നമുക്ക് നല്ല ഫാഷനിലുള്ള സൈക്കിളുകൾ ഇപ്പോൾ കാണാൻ പറ്റും. ഇപ്പോഴത്തെ ഒരു ചേച്ചി അവിടെ നിന്ന് വന്നിട്ട് സൈക്കിൾ എടുക്കാനുള്ള തത്രപ്പാലാണ്. അപ്പം നമ്മൾ ഇവിടെ സൈക്കിൾ എടുക്കാനുള്ളതാണ്. അപ്പം ഇവിടെ കാണുന്ന നമ്മുടെ പച്ച കളറുള്ള സൈക്കിള് ഇവിടെ സൈക്കിൾ ഇടുക. അപ്പോൾ അതവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പതുക്കെ സൈക്കിള് എടുത്ത് പോകാനുള്ള തത്രപ്പാലിടാം. അപ്പോൾ അല്ലേ ഇതാ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ അത് നമുക്ക് ചേർത്ത് ലോക്ക് ചെയ്ത് വെക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലേ. സാധാരണ ഇപ്പോൾ നമുക്ക് വെറുതെ വെക്കേണ്ട ആവശ്യമില്ലെന്ന് പറയാം കണ്ടില്ലേ. അപ്പോൾ അതിൻ്റെ ലോക്കും കാര്യങ്ങളൊക്കെ ശരിക്കും നമുക്ക് വെക്കാൻ പറ്റും കണ്ടില്ലേ. അതിൻ്റെ ഉള്ളിലേക്ക് സൈക്കിൾ കയറ്റി കണ്ടില്ലേ. അപ്പോൾ അതുമാതിരി ഇപ്പം നമുക്ക് ഇപ്പോൾ അതുമാതിരി സാധാരണ മോട്ടോർ സൈക്കിൾ സാധനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്ന ഏരിയകളുണ്ട്. പക്ഷെ അതിനൊന്നും ഇത്രയ്ക്ക് സെറ്റപ്പ് ഇല്ല. പക്ഷെ സൈക്കിള് ഇവർ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യുന്നുണ്ട് സൈക്കിൾ വയ്ക്കുന്നതിന് വേണ്ടി. എന്താ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന മാതിരി സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രകൃതിനെ സംരക്ഷിക്കുന്ന സാധനമാണ്. അതുകൊണ്ട് അവർ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോൾ നോക്കിയാൽ നമ്മൾ സൈക്കിളും കാര്യങ്ങളൊക്കെ നമ്മളെടുത്ത് പതുക്കെ നമ്മൾ ചവിട്ടി പോവുകയാണ് കേട്ടോ. ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിലുണ്ട് സൈക്കിൾ ഞാട്ടിട്ടുണ്ട് തൂക്കിയിട്ടുണ്ട് സൈഡിൽ. അപ്പോൾ എല്ലാത്തിനും സൈക്കിളുണ്ട്. ഇപ്പുറത്ത് പറഞ്ഞാൽ നമ്മൾ സാധാരണ സ്റ്റാൻഡ്, ഇപ്പുറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൈക്കിൾ തൂക്കിയിടാം, ഞാട്ടിടാം. അത് നമ്മൾ സാധാരണ അങ്ങനത്തെ ഉള്ള ഇതുകളൊക്കെ നമ്മൾ ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലാണല്ലേ ഈ സാധനം എന്ന് പറഞ്ഞാൽ ലോക്കറാണ്. ലോക്കറിന് നമുക്ക് എന്തെങ്കിലും നമ്മുടെ ബാഗ് സാധനങ്ങൾ വയ്ക്കാൻ വേണ്ടി. പക്ഷേ അതിന് പേ ചെയ്യണം കേട്ടോ. ഇപ്പം ഞാൻ ഇപ്പോൾ സൈക്കിൾ വെച്ചൊന്നും അതിന് പേ ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഫ്രീ ആണ്. പക്ഷേ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ വരും വഴി കണ്ടതില്ലേ, അപ്പോൾ അതിൽ നമ്മൾ പേ ചെയ്യണം. അപ്പോൾ നോക്കിയാൽ അപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞ മാതിരി അപ്പോൾ നമ്മൾ പതുക്കെ സൈക്കിളോടി വീട്ടിൽ പോകുന്ന പരിപാടിയാണ്. അപ്പോൾ നോക്കിയാൽ നിങ്ങളെല്ലാ പ്രോത്സാഹനങ്ങളും വേണം. അപ്പോൾ നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ നമുക്ക് സ്വിറ്റ്സർലൻഡിലത്തെയും അതുമാതിരി മറ്റ് യൂറോപ്പിലത്തെയൊക്കെ ഇപ്പോൾ കൊറോണയൊക്കെ ഒരു ഒതുങ്ങി വരുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളൊക്കെ പതുക്കെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ മറക്കണ്ട. അപ്പോൾ എൻ്റെ പേര് സുധീഷ് കേട്ടോ, നമ്മൾ തൃശ്ശൂർക്കാരനാണ്. അപ്പോൾ നോക്കിയാൽ കട്ടയ്ക്ക് വേണം കേട്ടോ കൂടെ. ശരിയേട്ടാ എന്നാ. एक प्यार का नगमा है, मौजों की रवानी है, जिंदगी और कुछ भी नहीं, ശരീരമാസകലം മൂടിയിട്ടാണ് നമ്മൾ സൈക്കിൾ ഓടുന്നിട്ട് പോ. मौजों की रवानी है, जिंदगी और कुछ भी नहीं, तेरी मेरी कहानी है.
एक प्यार का नगमा है। कुछ पाकर खोना है, कुछ खोकर पाना है। जीवन का मतलब तो आना और जाना है। दो पल के जीवन से एक उम्र चुरानी है। जिंदगी और कुछ भी नहीं, तेरी मेरी कहानी है। एक प्यार ഒരു का യോഗ സ്റ്റുഡൻ്റൊക്കെ നോടി एक प्यार का नगमा है, मौजों की रवानी है। जिंदगी और कुछ भी नहीं, तेरी मेरी कहानी है। एक प्यार का नगमा है, मौजों की रवानी